ശൈശവശായി സ്ഥിരീകരിക്കട്ടെ. കുടുംബജീവിതത്തെക്കുറിച്ചും ഭാര്യ ഭർത്തൃബന്ധത്തെക്കുറിച്ചൊക്കെ കുറേ പറഞ്ഞു. പക്ഷെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരെക്കുറിച്ചാണ് ഇന്ന് ചോദിക്കാനുള്ളത്. വേറെ ആരുമല്ല, നമ്മുടെ മക്കളെക്കുറിച്ചാണ്. ഈ മക്കളെ വളർത്താൻ ഒത്തിരി പേരൻറ്റിങ് കോഴ്സുകളും ടിപ്സും ക്ലാസ്സുകളും ഒക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാൽ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അച്ഛനങ്ങ് പറഞ്ഞു തുടങ്ങാതെ എനിക്ക് തോന്നുന്നത്. എൻ്റെ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലാതെ തന്നെ, മക്കൾ ദൈവത്തിൻ്റെ ദാനം, ഉദരഫലം ദൈവദാനം, വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗം അതാണ്. അപ്പോൾ കുടുംബത്തിൽ ദാമ്പത്യത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം മക്കളുടെ ജന്മം അല്ല. അതറിവില്ലാതെ ആൾക്കാർ പറയുന്നതാണ്. ഇത് ഒന്നാമത്തേത് സ്നേഹദായകം, രണ്ട് ജീവദായകം എന്നാണ്. മൃഗങ്ങൾക്ക് ബന്ധങ്ങൾ ജീവദായകമാണ്, കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ. പക്ഷെ മനുഷ്യന് ഒന്ന് സ്നേഹദായകം, ആ സ്നേഹത്തിൻ്റെ പുഷ്പിക്കലാണ് കുഞ്ഞുങ്ങളുടെ ജന്മം ജീവദായകം. രണ്ടാം ഭാഗം അത് വരുന്നുള്ളൂ. പലപ്പോഴും സ്നേഹദായകമല്ലാതെ ജീവദായകമാകാൻ തന്നെ മൃഗങ്ങളെ പോലെ മക്കളെ ജനിപ്പിച്ച് കൂടുന്നവരുണ്ട്. അത് ഒരു കൃപയില്ലാത്ത ജന്മങ്ങളായിട്ട് മക്കൾ മാറുകയും ചെയ്യുന്നു. ശരിക്കും ദമ്പതികൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒന്നിച്ച് തീരുമാനിച്ച് കൊടുക്കേണ്ടതാണ് മക്കളുടെ ജന്മം എന്ന് പറയുക. അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ മക്കളില്ലാത്ത ദമ്പതിമാരെ കുറിച്ച് ചോദിച്ചാൽ അപ്പോൾ അവരുടെ അവസ്ഥ, മക്കളില്ലാത്ത ദമ്പതിമാർക്ക് ഒരു ത്രിത്വമുണ്ട്. ഭർത്താവ്, ഭാര്യ, ക്രിസ്തു. അതാണ് അവരുടെ ത്രിത്വം. അതാണ് കുടുംബത്തിൽ ഭർത്താവ്, ഭാര്യ, മക്കൾ, ഒരു ട്രിനിറ്റിയൻ കമ്മ്യൂണിറ്റി, ഒപ്പം കർത്താവിൻ്റെ അനുഗ്രഹം എന്നുള്ളതാണ്. അപ്പോൾ ഇല്ല എന്നത് നേടാനുണ്ട്, അതിലുണ്ട്, ഇല്ലില്ല. ഇപ്പം 10 മക്കളുണ്ടെങ്കിൽ അവസാനം അഭയബന്ധത്തിൽ കിടക്കുന്ന മരിക്കുന്നവരുണ്ട്. ഇന്ന് ഇഷ്ടംപോലെ മക്കളുണ്ട്. എല്ലാവരും മരിക്കുമ്പോൾ എല്ലാവരും കാനഡ, അമേരിക്ക, UK, അപ്പനും അമ്മയും ഇവിടെയുണ്ട്. അങ്ങനെയുണ്ട്. ഒരു മക്കളില്ലേലും ദൈവം പോറ്റുന്നവരുമുണ്ട്. അത് ഒരു തലം. രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പം മക്കളുടേതായൊരു തലം വന്നു കഴിയുമ്പോഴത്തേക്ക് ദൈവം നമുക്ക് കുഞ്ഞുങ്ങളെ തരുന്നു. അപ്പോൾ അവരെ വളർത്തി വലുതാക്കുക എന്നുള്ളൊരു കടമ അപ്പനമ്മമാർക്കുണ്ട്. കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് ഒരു കുഞ്ഞ് ജനിക്കുമ്പം ആ കുഞ്ഞിൻ്റെ 3 തലങ്ങളെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. 1 ശരീരം, 2 ബുദ്ധി, 3 ആത്മാവ്. ഒരു വ്യക്തിക്ക് 3 തലങ്ങളുണ്ട്. 1 ശരീരമുണ്ട്, ബുദ്ധിയുണ്ട്, ആത്മാവുണ്ട്. അപ്പോൾ ശരീരത്തിൻ്റെ കാര്യം ഭയങ്കര ശ്രദ്ധയാണ്. ദേഹം വളരണം, എങ്ങനെയും ദേഹം മുഴുക്കണം. പൊക്കം വെക്കുന്നില്ലല്ലോ, വണ്ണം വെക്കുന്നില്ലല്ലോ, ഒന്നും കഴിക്കുന്നില്ലല്ലോ, എന്നാ കൊടുത്ത ദേഹം വളരും. അതിന് ഭയങ്കര ശ്രദ്ധയാണ്. ബുദ്ധിയുടെ തലത്തിലും ശ്രദ്ധിക്കും. ഇംഗ്ലീഷ് മീഡിയം വേണോ, മലയാളം മീഡിയം വേണോ, സ്റ്റേറ്റ് സിലബസ് വേണോ, സെൻട്രൽ സിലബസ് വേണോ, അതും ശ്രദ്ധിക്കും. പക്ഷേ ആത്മാവിൻ്റെ കാര്യത്തിലൊരു ശ്രദ്ധ വേണം. അതാണ് ശൈശവ മാമോദീസ. കുഞ്ഞിന് ശരീരം വളരുന്നത് പോലെ, ബുദ്ധി വളരുന്ന പോലെ ആത്മാവും വളരണം. ആത്മാവ് വളരാൻ വേണ്ടി കൊടുക്കുന്നതാണ് ശിശു ജ്ഞാനസ്നാനം എന്ന് പറയുന്നത്, മാമോദീസ. അപ്പം അതൊക്കെ മുക്കുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞിൻ്റെ 3 തലങ്ങളിലുള്ള പേരൻസിൻ്റെ ഉത്തരവാദിത്വം അവിടെ അങ്ങ് പൂർത്തീകരിക്കുകയാണ് കുഞ്ഞുങ്ങൾ വളരാനായിട്ട്. അപ്പം അങ്ങനെ വളർന്ന് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരിക. അങ്ങനെ വളർത്തിക്കൊണ്ടുവരുമ്പം ആ മക്കൾക്ക് 3 വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക്, നാടിനും അഭിമാനമായി സമൂഹത്തിൻ്റെ ഒരു മുതൽക്കൂട്ടായിട്ട് മക്കൾ മാറും. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ സമൂഹത്തിന് ശാപമായിട്ടും ചിലപ്പോൾ കുഞ്ഞുങ്ങൾ വളർന്നു വരും. ഞാൻ ഓർക്കുമായിരുന്നു, നമ്മൾ ഈ പണ്ടൊക്കെ ഇപ്പം പറയുന്നത് ഇങ്ങനെയാണ്, ആത്മീയ കാര്യങ്ങളിലൊക്കെ മനുഷ്യൻ പുറകിലാണ്, അല്ലെങ്കിൽ ഈ എല്ലാം ഇൻ്റർനെറ്റ് വേൾഡാണ്, ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് ശരിക്കും ഈ ആത്മീയ കാര്യങ്ങളോടൊക്കെ ഇഷ്ടം കൂടുതലല്ലേ. പ്രത്യേകിച്ച് ഒരു കുഞ്ഞുണ്ടായാൽ എപ്പോഴും കാറ്റഗിസത്തിന് വിടാനും പള്ളിയിൽ കൊണ്ടുവരാനൊക്കെ ഞങ്ങളുടെ ഇടവകയിലൊക്കെ അങ്ങനെ ഒത്തിരി ഉത്സാഹിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും അതല്ലേ ഇപ്പം കറക്റ്റ്? അതെ, ലോകം മൊത്തത്തിൽ കാണാൻ കേട്ടോ. യൂത്ത് പ്രത്യേകിച്ച് നമ്മുടെ മലയാളി യുവജനങ്ങൾ ആ രീതിയിൽ വളരെ വളരെ മുമ്പിലാണ്. നമ്മളിപ്പം UK ചെല്ലാമെങ്കിൽ ഓസ്ട്രേലിയ യങ് കപ്പിൾസാണ് മുഴുവൻ. 4 ഒരു കാറ്റഗിസത്തിന് കൊടുക്കുന്ന പോലെ, കുഞ്ഞുങ്ങളെ കാറ്റി കൊടുക്കുന്ന പോലെ വളരെ വളരെ അത് സുദീർഘമായ രീതിയിലുള്ള ഒരു വലിയ മാറ്റം കാണാനുണ്ട്. പക്ഷേ ഇത്ര സ്പിരിച്വലായിട്ടൊക്കെ കുട്ടികളെ വളർത്തിയിട്ടും ഈ 11ഉം 12ഉം വേദപാഠ ക്ലാസ്സൊക്കെ കഴിയുമ്പം പിന്നെ അവർക്ക് കൊടുത്ത വിശ്വാസ പരിശീലനം ഒന്നുമില്ല എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ അറിയാം. മറ്റു മതസ്ഥരുടെ കൂടെ വിവാഹം കഴിച്ച് പോവുക, അങ്ങനെ ഇങ്ങനെയൊക്കെ. എന്നാൽ ഇവരൊക്കെ ഒത്തിരി ആത്മീയതയുള്ള, എല്ലാ ദിവസവും പള്ളിയിൽ വരുന്ന അപ്പൻ്റെ അമ്മയുടെ മക്കളൊക്കെ ഇതിൽ പെടാറുണ്ട്. അത് ശരിക്കും എന്തൊരു ട്രാജഡിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതില്ലാതെ എന്താ വെച്ചാൽ അങ്ങനെ വരുമ്പോൾ അതിനെങ്ങനെ ഈ മാതാപിതാക്കൾ ഫേസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതെ, നമ്മൾ 2 പദങ്ങളുണ്ട്, സ്പിരിച്വാലിറ്റി, പൈറ്റി.
സഭയിൽ നിന്ന് ഭൂരിപക്ഷം പൈറ്റിയേ ഉള്ളൂ, സ്പിരിച്വാലിറ്റിയില്ല. ധ്യാനമന്ത്രങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത് ഈ പൈറ്റിയാണ്, സ്പിരിച്വാലിറ്റി അല്ല. പൈറ്റി ഭക്തിപ്രകടനം, കയ്യടി, ചാട്ടം, തുള്ളൽ, ബഹളം, ബോധം കെടുക, ബോധം തിരി, ഇങ്ങനെയൊക്കെ ഉള്ള പൈറ്റിയുടെ ഷോ ഭയങ്കര. സ്പിരിച്വാലിറ്റി ഒരു ആറ്റിറ്റ്യൂഡാണ്, ഓരോന്നും നോക്കിക്കാണുന്ന രീതി, സമൂഹത്തെ, സ്വത്തിനെ, പെണ്ണിനെ, ആണിനെ, പേരൻസിനെ ഒക്കെ നോക്കിക്കാണുന്നൊരു മനോഭാവമാണ്. ഈ ആധ്യാത്മികത വേദപാഠക്ലാസ്സിൽ പോലും സ്പിരിച്വാലിറ്റി അല്ല കൊടുക്കുന്നത്, ചുമ്മാ കുറേ പൈറ്റി, കുറച്ച് ആരാധനാക്രമം, കുറേ ബാഹ്യമായ കാര്യം സഭ ഇത് അല്ലാതെ പഠിപ്പിക്കുന്നില്ല. അതേസമയത്ത് മറ്റ് ചില സഭകളിൽ ഈ സഭയെ സ്നേഹിക്കാനും ക്രിസ്തുവിനെ സ്നേഹിക്കാനൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. അവരുടെ പിള്ളേർ ഇതിലോട്ട് പോകത്തുമില്ല. നമ്മളിങ്ങനെ വേറെ ഓരോ ഇൻ്റലക്ച്വൽ ഫോർമേഷൻ ബേസ് ചെയ്ത് ഹൃദയത്തെ തൊടാത്ത കാര്യങ്ങളാണ് വേദപാഠ ക്ലാസ്സിൽ സഭയിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു കുട്ടിക്ക് 12ാം ക്ലാസ് വരെ പഠിച്ചാലും അത് കഴിഞ്ഞ് മതം മാറി കിട്ടുന്നതിനോ അതിന് പുറകെ പോകുന്നതിനോ യാതൊരു മടിയുമില്ല. പക്ഷേ സ്പിരിച്വാലിറ്റിയിൽ വളർന്നെങ്കിൽ അതുണ്ടാകില്ലായിരുന്നു. പഴയ കാരണന്മാർക്കുണ്ടായിരുന്നത് പൈറ്റിയല്ല, സ്പിരിച്വാലിറ്റി ആയിരുന്നു. തമ്പുരാൻ കാത്തോളും, ദൈവം തുണ, അങ്ങനെ പറയുന്ന രീതി ഉണ്ടായിരുന്നു. ഇന്നത് മാറി. അല്ല, ഇപ്പോൾ കുട്ടികളുടെ വായിൽ നിന്ന് കേൾക്കുന്നൊരു സെൻറ്റൻസേ എല്ലാവരും നമ്മൾ ഒരുപോലെ കാണണ്ടേ, വളരെ ബ്രോഡ് മൈൻഡായിട്ട് നമ്മൾ ചിന്തിക്കണ്ടേ, ഇപ്പം മറ്റു മതസ്ഥരെ ഉൾക്കൊള്ളണ്ടേ, ഇങ്ങനെയൊക്കെ ഈ ചോദിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ചിലപ്പം വാ അടഞ്ഞു പോകാറുണ്ട്. അച്ഛനോട് ചോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും അങ്ങനെ? തീർച്ചയായിട്ടും. അപ്പം മറുപടി എങ്ങനെ വരും? അതേപോലെ അത് എല്ലാവരും ഉണ്ട്. ഒരു ഹിന്ദുവിനാണെങ്കിൽ അതിനകത്ത് തന്നെ അവന് ചേർന്ന പാർട്ട്ണർ നിയമം വെച്ചിട്ടുണ്ട്. കത്തോലിക്കിനുണ്ട്, മുസൽമാൻ്റെ ഉണ്ട്. അല്ലാണ്ട് മുസൽമാൻ്റെ പുറകെ ഓടുന്നതല്ല, ഹിന്ദുവിൻ്റെ പുറകെ ഓടുന്നതല്ല നമ്മുടെ ഒരു പാരമ്പര്യം. അപ്പം അത് ആ രീതി വളർന്നില്ല വരുന്ന ബുദ്ധിമുട്ട് വികാരത്തിന് മനസ്സിലാക്കിയത് വിവേകം വരുമ്പം തെറ്റിപ്പോയെന്ന് മനസ്സിലാവും. ഒത്തിരി പേര് എരിവിൽ തലവെച്ച് എലിയെ പോലെ പെട്ടുപോയി, പിന്നെ വരാൻ പറ്റുന്നില്ല. നമ്മളെത്രയോ ഇതൊക്കെ ആവേശം കൊണ്ട് അവർ കൊച്ചു ജീവിതത്തിൽ പെട്ടെന്നങ്ങ് പറയും, അല്ലെങ്കിൽ കൂട്ടുകാരെന്തോ പൊട്ടത്തരം കാണിച്ചു, അത് ശരിയാണെന്ന് അങ്ങ് ചെയ്യും. പക്ഷെ അതല്ലല്ലോ, നമ്മൾ ജീവിതം കണ്ട് പഠിച്ചവരുണ്ട്, കാലങ്ങൾക്ക് മുമ്പേ വിലയിരുത്തുന്നവർ. അപ്പോൾ അവർ പറയുന്ന അനുഭവ പാഠങ്ങൾ കുഞ്ഞുങ്ങളെ മനസ്സിലേക്ക് പതിപ്പിക്കണം, വിവാഹബന്ധത്തിലൊക്കെ. ഇല്ലെങ്കിൽ ഒരാവേശത്തിന് പോകും, 90% തകർന്നതുപോലെ വരുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. എന്തോരം കേസാണ് വരുന്നത്. അല്ല, അച്ഛനത് കണ്ടിട്ടുള്ളതുകൊണ്ട് ശരിക്കും അത് അറിയാം. പക്ഷെ ചിലർ പറയുന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, നല്ല മനുഷ്യരാകുക എന്നുള്ളതല്ലേ പ്രധാനം, അല്ലാതെ സ്പിരിച്വാലിറ്റി ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നതല്ലല്ലോ. ഒന്നും വേണം, നല്ല മനുഷ്യരാണെങ്കിൽ നന്നായിട്ട് ജീവിച്ചാൽ മതി. ഈ കെട്ടിയെടുപ്പിന് തന്നെ നല്ല മനുഷ്യർ പൊട്ടിപ്പറഞ്ഞ് പോരുന്നു. കുടുംബക്കോടതിയിൽ എന്തിനാ കേസിന് പോകുന്നത്? നീ നല്ല മനുഷ്യൻ എന്തിനാ പിന്നെ അന്ന് പറ്റിപ്പച്ച ഇനി പറ്റിയാലാന്ന് പറയുന്നത്? അപ്പം നല്ല മനുഷ്യരൊന്നും അല്ല, ചുമ്മാ ഒരേ പട്ടിയും പൂച്ചയും പോലെ വിവേകം കൊണ്ട് ഓരോ വികാരം കൊണ്ട് ഓടുന്ന പോലെ ജീവികളെന്നുള്ളതേ ഉള്ളൂ. നല്ല മനുഷ്യനാണെങ്കിൽ തീരുമാനിച്ച തീരുമാനം വിവേകത്തോടെ എടുക്കുകയുള്ളൂ. അപ്പം അതിനുള്ള പരിശുദ്ധാത്മാവിന് നിറവില്ല, അതുകൊണ്ട് വികാരത്തിൽ തീരുമാനമെടുക്കും, ദൈവാത്മാവിലല്ല. ഇങ്ങനെ പറയുന്നവരൊക്കെ ബ്രോഡ് മൈൻഡഡ് ആകേണ്ടേ, മറ്റു മതസ്ഥരും മനുഷ്യരല്ലേ എന്നൊക്കെ ആരും അല്ലെന്ന് പറയുന്ന ആരുമില്ലല്ലോ. ഏതെങ്കിലും മതം യഥാർത്ഥത്തിൽ മറ്റു മതത്തെ വെറുക്കാൻ പഠിപ്പിക്കുന്നുള്ളൂ? ഒന്നുമില്ല. പക്ഷേ ജീവിതത്തിൻ്റെ സ്ട്രക്ചറിൽ ശരിയാകുകയില്ല. കുറേ കഴിയുമ്പോൾ അത് പ്രശ്നമാണ്. ചില ശരിയായേക്കാം, പക്ഷേ മഹാഭൂരിപക്ഷം ശരിയാകാറില്ല. അതാണ് നമ്മൾ കാണുന്ന കുടുംബക്കോടതി കേസെടുത്താലും സഭയെ കേസെടുത്താലും. അപ്പം നമുക്ക് ഉള്ള കേസിൻ്റെ വെളിച്ചത്തല്ലേ നമുക്ക് കമൻറ്റ് പറയാൻ പറ്റുള്ളൂ. ഇതാരോ തീയതി ഒരാൾ പറഞ്ഞു എന്ന് വെച്ചുകൊണ്ട് നമുക്ക് സത്യമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റിയല്ലോ. പിന്നെ ഈ മക്കളെ വളർത്തുമ്പോൾ എല്ലാവരും ഇപ്പോൾ പറയുന്നൊരു കാര്യം, അവരുടെ നമ്മുടെ കുടുംബത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്താണ്, സ്റ്റാറ്റസ് എന്താണെന്ന് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി വളർത്തണമെന്നാണ് പറച്ചിലൊക്കെ. പക്ഷേ എത്ര മക്കൾക്കത് അറിയാവുന്നുള്ളതാണ്? എന്തുകൊണ്ടെന്ന് ഇപ്പോൾ അച്ഛൻ പല എപ്പിസോഡിലൊക്കെ പറഞ്ഞ പോലെ ഇപ്പോൾ കല്യാണം വരുന്നു, നിങ്ങൾ ആ ഡിമാൻഡിങ് ആണ് മക്കൾ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം ഇങ്ങനെ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കൊച്ചു പ്രായത്തിൽ തന്നെ കൊടുക്കേണ്ട ഒരു ശീലമല്ലേ? അതെ, അത് പേരൻസിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന പരാജയം, അത് കുഞ്ഞുങ്ങളുടെ കുഴപ്പമല്ല. ഒന്നാമത് പൈസ ഒക്കെ ചുമ്മാ ദൂരത്തടിച്ച് ചിലവെടുക്കുന്ന പേരൻസിനെ കണ്ടു. ആഭരണം മേടിച്ച് വെക്കുന്നു, ചെരുപ്പ് മേടിച്ച് വെക്കുന്നു, വസ്ത്രം മേടിച്ച് വെക്കുന്നു, എല്ലാം വളരെ ലാവിഷാണ്. അവിടെ ടൈൽസ്, ഇവിടെ മാർബിൾസ്, അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഈ പണം സ്ക്വാണ്ടർ ചെയ്യാനുള്ളതാണെന്ന ചിന്ത കുഞ്ഞുനാൾ കൊച്ചു മനസ്സിലേക്ക് നമ്മളൊക്കെ തിരികെ കയറ്റി. അപ്പോൾ അവർ വളർന്നു വരുമ്പോൾ അവർക്ക് പൈസയുടെ മൂല്യം മനസ്സിലാകിയല്ല. ഞങ്ങൾക്കിതെല്ലാം വേണം, അത് മക്കൾ നമുക്ക് ഇത്രയേ ഉള്ളൂ, ഇതനുസരിച്ച് ജീവിക്കണം, നമുക്കിപ്പോൾ അദാനി അംബാനിയെ പോലെ ആകാൻ പറ്റുകയില്ല എന്ന് കുഞ്ഞുനാളിലെ പറഞ്ഞ് കൊടുത്ത് വളർത്തണം. അപ്പോൾ ആ ഒരു ട്രെയിനിങ്, ഒരു പരിശീലനം കൊടുക്കാത്തതാണ് ഒരു പ്രശ്നം. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൊച്ചോ രണ്ട് കൊച്ചോ ഉള്ളപ്പം അവന് എക്സസ് പൈസയല്ലേ, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വരികയല്ലേ, ഒരു കെയറിങ് ഷെയറിങ് ഇതൊക്കെ കുറവല്ലേ അങ്ങനെ വരുമ്പം. പക്ഷേ എന്നാലും മക്കളൊക്കെ കൂടുതൽ വേണമെന്ന് സഭ പഠിപ്പിക്കുമ്പോഴും ഈ ജോലിക്കാരായ അമ്മമാർക്കും അല്ലെങ്കിൽ പേരൻസൊന്നും കൂടെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് പോസിബിൾ ആവുമോ?
ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു അവബോധം ഒരുപാട് വളർന്നു വരുന്നുണ്ട്. ഇപ്പം അമേരിക്കയൊക്കെ കാണാൻ 8 മക്കളുള്ള ചെറുപ്പക്കാർ ദമ്പതിമാരെ 3-4 പേരെ അറിയാം. അപ്പം അങ്ങനെയും മക്കൾക്ക് ജന്മം കൊടുത്ത് അങ്ങനെ വളർന്നവരുണ്ട്. ഇവിടെ തന്നെയാണെങ്കിലും 5 മക്കളുള്ള പല കുടുംബങ്ങളെ എനിക്കറിയാം, പല കുടുംബങ്ങളെ. അപ്പം ചിലർക്കൊക്കെ തോന്നുന്നു മക്കൾ വേണം, കാര്യം വേണം, അങ്ങനെ തോന്നുന്നവരുണ്ട്. ചിലർക്ക് അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ നടത്താൻ പറ്റുമോ, വളർത്താൻ പറ്റുമോ, അങ്ങനെ ചിന്തിക്കുന്നവർ കാണാം പല വിധങ്ങളിൽ. പക്ഷേ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉള്ള കുടുംബത്തിൽ കൂടുതൽ ഭാഗ്യമുണ്ട്. കാരണം അവർക്ക് മച്യൂരിറ്റി കൂടുതലുണ്ട്. സാമ്പത്തികമായിട്ടും പിന്നീട് അവർ പലരും വളരുന്ന കാണാം. കാരണം എല്ലാവരും അലഞ്ഞ് കഷ്ടപ്പെട്ട് കുടുംബത്തെ വളർത്തിയെടുക്കുന്നു. ഇപ്പം ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള പ്രീ മാരേജ് കോഴ്സിലും കപ്പിൾ സ്റ്റഡിയിലൊക്കെ ഇത് പറയും, മക്കൾ വേണം, അവരെ വളർത്തണം, കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കണം, അങ്ങനെ സമൂഹത്തെ സഭയെ വളർത്താൻ നിങ്ങൾ ശ്രമിക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ചിലർക്ക് അത് സ്വീകരിക്കുന്നുണ്ട്, ചിലർക്ക് അതിൻ്റെ കാലം കഴിഞ്ഞു പോയവരാണ് കൂടുന്നവർ. പക്ഷേ പുതിയ തലമുറയിൽ ചിലർക്കൊക്കെ എനിക്ക് 5-6 മക്കൾ കിട്ടിയാൽ കൊള്ളാമെന്ന് പെൺപിള്ളേരെ കളിലുണ്ട്, ചിലർക്ക് ഇങ്ങനെ പറയും. പിന്നെ ഈ മാതാപിതാക്കൾ ചില വീടുകളിൽ ഗ്രാൻഡ് പേരൻസും മക്കളും എല്ലാം താമസിക്കുന്ന വീടുകളുണ്ട്. അവിടെയൊക്കെ പറഞ്ഞു കേൾക്കുന്ന ഒരു ഇഷ്യൂ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓടി വന്നതാണ്. ഈ ഗ്രാൻഡ് പേരൻസിൻ്റെ അമിതമായ ഇടപെടൽ മൂലം മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത, അല്ലെങ്കിൽ മാതാപിതാക്കൾ കേൾക്കാത്തവർ, ഞാൻ എന്ത് പറഞ്ഞാലും ഇവൻ കേൾക്കില്ല, ഇവള് കേൾക്കില്ല, അല്ലെങ്കിൽ അപ്പച്ചനും അമ്മച്ചി പറഞ്ഞാലേ കേൾക്കുള്ളൂ. അപ്പോൾ അവരുടെ ഇടപെടൽ കൊണ്ടുള്ള ഫാമിലി ഇഷ്യൂസ് വരാറുണ്ടോ? അത് സത്യമാണ്. കാരണം അമിതമായി പേരക്കുട്ടികളെ അങ്ങ് താലോലിക്കും. എന്നുവെച്ച് അപ്പനും അമ്മ എന്തെങ്കിലും മക്കളെ വഴക്ക് പറയാൻ ഇന്നയാളെ പിള്ളേരെ തല്ലുന്നു അങ്ങനെ പറയുന്നത് വഴി കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന ഗ്രാൻഡ് പേരൻസ് ഉണ്ട്. ചില കുടുംബങ്ങളിൽ കൊച്ചുകുട്ടി നശിക്കാനും കാരണം ഗ്രാൻഡ് പേരൻസിൻ്റെ അമിതമായ ലാളനയും കെയറുമാണ്. അത് അതേസമയത്ത് ചിലർക്ക് ഈ മക്കളോട് വരുവാൻ അറിയത്തില്ലാത്ത അപ്പനും അമ്മയുണ്ട്. അപ്പം ഗ്രാൻഡ് പേരൻസ് ഇടപെടാം. പക്ഷേ ചിലയിടത്ത് വലിയ പ്രശ്നങ്ങൾ കാരണം ഗ്രാൻഡ് പേരൻസിൻ്റെ അമിതമായ ഇൻവോൾവ്മെൻറ്റാണ്. അതുകൊണ്ട് പലപ്പോഴും പറയും അവരുടെ കൂട്ടത്തിൽ നിന്ന് മക്കളെ മാറ്റി നിർത്തുന്നതാണ് നല്ലത്. അവർ നിന്നാൽ കുഞ്ഞുങ്ങൾ നശിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ പല കേസ് വന്നിട്ടുമുണ്ട്. അപ്പോൾ അവരോടൊക്കെ മാറി നിൽക്കുക അച്ഛൻ പറഞ്ഞിട്ടുമില്ലേ? കാരണം ഒത്തിരി പറയും നിങ്ങൾ അമിതമായി ഇടപെടരുത്, കൊച്ചിൻ്റെ കാര്യം അപ്പനും അമ്മയും നോക്കിക്കോളും, എന്തെങ്കിലും പാളിച്ച കണ്ടാൽ ഇടപെട്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലോകത്തേക്ക് മാറുന്നതാണ് നല്ലത്, അല്ലെ കുഞ്ഞുങ്ങൾ സ്പോയിൽ ചൈൽഡ്ഹുഡായിട്ട് മാറും. ഞാൻ പലരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ പേരൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ ഒത്തിരി നമ്മൾ പറഞ്ഞാലും ഏറ്റവും നല്ല പേരൻറ്റിങ് എന്ന് പറയുന്നത് ജീവിത മാതൃകയാണല്ലോ. അങ്ങനെയല്ലേ അച്ഛാ? ശരിക്കും മാതാപിതാക്കളുടെ മാതൃകയല്ലേ മക്കളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക? തീർച്ചയായിട്ടും. ഇങ്ങനെ ഈ മക്കൾ ചിലപ്പം പേരൻസൊക്കെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പം കൊച്ചു കുട്ടികൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും, തലയും ചൂണ്ടും തോളേക്കിള്ളും പിടിച്ചു കുതുക്കും. എന്നിട്ടൊന്നും ഈ പേരൻസ് അനങ്ങുന്നില്ലെങ്കിൽ അവസാനം കുട്ടിയും അമ്മ നിൽക്കുന്നവരും അപ്പം നിൽക്കുന്നവരും മുട്ടുകുത്തി കൈകൂപ്പി പിടിക്കും. അതാണ് പെരുമാറ്റ മാതൃക എന്ന് പറയുന്നത് മക്കൾക്ക്. അപ്പം ലളിത ജീവിതം നയിക്കുന്ന അപ്പനെയും അമ്മയും മക്കൾ കണ്ടുപിടിക്കണം. മിനിമം കൊണ്ട് ഹാപ്പി ആയിട്ടുള്ള അപ്പനന്മാരെ കുഞ്ഞുങ്ങൾ കണ്ടുപിടിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് മിനിമം മതി, ഇത്രയൊക്കെ മതി, ആ ഒരു ചിന്ത കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്കും കടന്നു വരും. മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾക്കും പ്രാർത്ഥിക്കാൻ തോന്നും. പള്ളിയിൽ പോകുന്ന കുമ്പസാരിക്കുന്ന അപ്പനന്മാരെ കാണുമ്പം കുഞ്ഞുങ്ങൾക്കും അങ്ങനെ ചെയ്യണമെന്ന് തോന്നും. ഇന്ന് മക്കൾ പറയുന്നൊരു വാക്ക് ഡോണ്ട് ടീച്ചസ് ബട്ട് ഷോസ്. പറഞ്ഞു തരണ്ട, കാണിച്ചു തന്നാൽ മതി. കാണുന്നതാണ് മനസ്സിൽ ആഴമായിട്ട് പതിക്കുക. പറയുന്നത് ഒരു ചെവിക്കൂടെ കയറി മറ്റേ ചെവിയിലൂടെ ഇറങ്ങിപ്പോകും. അപ്പം മാതൃകാ ജീവിതം കാണിക്കുന്ന പേരൻസായിട്ട് ജീവിച്ചാൽ കുഞ്ഞുങ്ങളും ആ നന്മയിൽ വളർന്നു വരും. അതുകൊണ്ടാണ് പറയും എന്താണ് ജീവിതത്തിൻ്റെ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ് ഫാമിലി എന്താ? അപ്പം അതിൻ്റെ ഫാമിലിയുടെ സ്പെല്ലിങ്ങിൻ്റെ എക്സ്പാൻഷൻ ഇങ്ങനെയാണ്: ഫാദർ ആൻഡ് മദർ ഐ ലവ് യു. അതാണ് FAMILY. ഫാദർ ആൻഡ് മദർ ഐ ലവ് യു. അങ്ങനെ പറയുന്ന വിധത്തിൽ മക്കളെ വളർത്താൻ ജീവിത മാതൃക കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. അത് കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അത് സംസാരത്തിലെ മിതത്വമാകാം, വികാരപ്രകടനങ്ങളിലെ ഒരു സെൽഫ് കൺട്രോളാകാം, ഇതൊക്കെ വരണം. അപ്പം അത് കുഞ്ഞുങ്ങൾ കണ്ട് പഠിക്കുമ്പം ആ കുഞ്ഞുങ്ങൾക്ക് തോന്നും ജീവിതം ഇങ്ങനെയൊക്കെ ആകണം, ഇത് ശരിയാണ് എന്നൊരു ചിന്ത മക്കളുടെ മനസ്സിൽ സാവധാനം വന്നു തുടങ്ങും. ആ ഒരു പരിശീലനം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക മാതൃകയായിട്ട്. അല്ല, പലപ്പോഴും പറയാറുണ്ടല്ലോ അപ്പനും അമ്മയും സ്നേഹിച്ച് വളർത്തിയ മക്കൾ പിന്നീട് വിവാഹം കഴിച്ച് അവർ പോകുമ്പോഴും അവർ വളരെ സ്നേഹത്തോടെ ജീവിക്കും. കുടുംബത്തിൽ ബ്രേക്ക് ഒക്കെ ഉള്ള എടുത്ത്
പിന്നീട് പക്ഷേ ഇഷ്യൂസ് വരുന്നവരും റൂട്ട് നോക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെ വരാറുണ്ട്. റിക്കവർ ചെയ്യും. കാരണം എത്ര പൊട്ടിപ്പോയാലും ആദ്യ സ്രോതസ്സിലേക്ക് തിരിച്ചു വരും. അപ്പോൾ അത് ബേസിക്കായിട്ട് മനസ്സിൽ കിടക്കും. അതുകൊണ്ട് ഉറപ്പായിട്ടുണ്ടാകും. നമ്മൾ ഒത്തിരി പക്വതയാർന്ന ജീവിതത്തെക്കുറിച്ച് പറയാറുണ്ട്. ഇപ്പോൾ ദാമ്പത്യത്തിൻ്റെ മച്യൂരിറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ കുട്ടികളുടെ ജീവിതത്തിലും ഒരു പക്വത വേണമല്ലോ. ശരിക്കും ഏതൊക്കെ രീതിയിലാണ് അവരും പക്വത ആർജിക്കേണ്ടത്? അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 3 തലങ്ങളിൽ പേരൻസ് ശ്രദ്ധിക്കണം. മക്കൾക്ക് 3 വിദ്യാഭ്യാസം കൊടുക്കണമെന്ന്. ഒന്ന് സെക്യുലർ എഡ്യൂക്കേഷൻ, ഭൗതിക വിദ്യാഭ്യാസം. 2 സ്പിരിച്വൽ എഡ്യൂക്കേഷൻ, ആത്മീയ വിദ്യാഭ്യാസം. 3 സെക്സ് എഡ്യൂക്കേഷൻ, ലൈംഗിക വിദ്യാഭ്യാസം. ഈ 3 വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കണം. പരമാവധി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അത് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് തന്നെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ കാർട്ടൂൺ കാണിച്ചിട്ട് കാട്ടുപന്നിക്കേട്ട് ഏറുപടം വരുന്ന പോലെ ഉരുളയുരുട്ടി കുഞ്ഞിനെ അണ്ണാക്കിലേക്ക് തള്ളിക്കയറ്റരുത്. അതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ 11ാം വയസ്സിലെ കുഞ്ഞിന് കുടലിൽ അൾസർ ആരംഭിക്കും. ലോകാരോഗ്യ സംഘടന ഇന്ന് പഠിപ്പിക്കുന്നു. കാരണം ദഹനരസം ഉണ്ടാകിയാൽ വിഴുങ്ങുകയാണ്. അതുപോലെ പേരൻസ് TV കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കരുത്. അങ്ങനെ കുഞ്ഞുങ്ങൾ കാണരുത്. കണ്ടാൽ അവരത് റോൾ മോഡൽ എടുക്കും. വൈദ്യരസവും കൂടാൻ തുടങ്ങി. പ്രത്യേകിച്ച് മൊബൈൽ ഫോണും ചാനലും വന്നപ്പോഴാണ് ഉദരരോഗം ഒരുപാട് വർദ്ധിച്ചു. ദഹനരസങ്ങളില്ല. രണ്ടാമത് ഈ കുഞ്ഞുങ്ങളെ ഈ വാശിക്ക് വഴങ്ങി ഒത്തിരി മൊബൈൽ കളിക്കാൻ അനുവദിക്കരുത്. അവർ കരഞ്ഞാൽ കരയുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ആ മക്കൾ വളരുമ്പോൾ പേരൻസിനെ കരയിപ്പിക്കുന്ന മക്കളാവും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ അതിന് ഒരു കൺട്രോൾ കടിഞ്ഞാൻ വരുത്തണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് മൊബൈൽ ഇല്ലാതെ പറ്റിയല്ല. പക്ഷെ അതേ സമയത്ത് അത് ഉപയോഗിക്കുന്നതിൻ്റെ കൺട്രോൾ ഇത്രയാകാം ഇത്രയാകരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഡിസിപ്ലിനറി ആക്ഷൻ പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. പിന്നെ മൊബൈൽ ഫോൺ കൊച്ചു കുഞ്ഞുങ്ങൾ ചെവി വെക്കാൻ അനുവദിക്കരുത്. അതിന് ചൂട് തരംഗമാണ്. അത് ചെവിയെ ബാധിക്കും. 9ാം വയസ്സിൽ കുഞ്ഞുങ്ങളെ ബ്രെയിൻ ക്യാൻസറിലേക്ക് നയിക്കുമെന്നാണ് ഇന്ന് പഠനം പഠിപ്പിക്കുക. ലാൻഡ് ഫോൺ കുഴപ്പമില്ല, മൊബൈൽ ഫോൺ ചെവി വെക്കുന്നത്. അപ്പം അങ്ങനത്തുള്ള ചില കാര്യങ്ങളിലുള്ള ചിട്ടയും ക്രമവും പിള്ളേർ പിടിവാശിയും കരച്ചിലും കാണിക്കാനും അനുവദിക്കാത്ത കർശനമായ നിയമവും ഒരു ക്രമം കുടുംബത്തിലുണ്ടാകണം. അത് ഭൗതിക വിദ്യാഭ്യാസം. മറ്റൊന്ന് ആത്മീയ വിദ്യാഭ്യാസമാണ്. കുടുംബത്തിലെ പ്രാർത്ഥന കുഞ്ഞുങ്ങളെ കൊണ്ട് ചെല്ലിപ്പിക്കണം. ബൈബിൾ വായിപ്പിക്കണം, പാട്ട് പാടിപ്പിക്കണം. ഈ സ്നേഹസേന, കുഞ്ഞുമിഷന് പോലെ ചെറിയ പ്രസിദ്ധീകരണങ്ങൾ, കടുകുമണി, ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കണം. ശാലും ഗുഡ് ഷെക്കേന ചാനലുണ്ട്. അതൊക്കെ ചുമ്മാ കാണാനും ബൈബിൾ കാർട്ടൂണുകളും ബൈബിൾ കിസ്സുകളും ഒക്കെ കുഞ്ഞുങ്ങളെ പങ്കെടുപ്പിച്ച് ആത്മീയതയിൽ വളർത്തണം. ആൺപിള്ളേരും പെൺപിള്ളേരും ഒക്കെ അൾത്താര ബാലന്മാരും അൾത്താര ബാലികമാരുമായിട്ട് പറ്റുന്നിടത്ത് ആ രീതിയിൽ അടുപ്പിക്കണം. മിഷിലീഗ് പോലെ സംഘടനകളിൽ കുഞ്ഞുങ്ങളെ ചേർക്കണം. അപ്പം അതുവഴി എല്ലാവരും ആത്മീയ വിദ്യാഭ്യാസം മക്കൾക്ക് കിട്ടും. സെക്സ് എഡ്യൂക്കേഷൻ. ഒരു 10 വയസ്സാകുമ്പം ഒരാൺകുട്ടിക്ക് അപ്പൻ പറഞ്ഞു കൊടുക്കണം ആണിൻ്റെ ദേഹം ദൈവവും പ്രകൃതിയും കൂടെ എങ്ങനെ അപ്പനാക്കാൻ ഒരുങ്ങുന്നു. പെൺകുട്ടിക്ക് അമ്മ പറയണം ഒരു പെണ്ണിൻ്റെ ദേഹം ദൈവവും പ്രകൃതി എങ്ങനെ അമ്മയാക്കാൻ ഒരുങ്ങുന്നു. ഇങ്ങനെയുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കണം. അറിയത്തില്ലെങ്കിൽ അമ്മച്ചി ഞാൻ എവിടെ നിന്ന് അവൾ വളരുന്നു അത് പെൺകുട്ടിക്ക് മേടിച്ച് കൊടുക്കണം. അപ്പച്ച ഞാൻ എവിടെ നിന്ന് അവൻ വളരുന്നു ആ പുസ്തകം ആൺകുട്ടിക്ക് മേടിച്ച് കൊടുക്കണം. അപ്പം അങ്ങനെയുള്ള സെക്സ് എഡ്യൂക്കേഷനൊക്കെ വേണം. സർവോപരി ജീവിത മാതൃക ശ്രദ്ധിക്കുക. പ്രായമായ കാരണവന്മാരോട് ചെറുപ്പക്കാർ ദമ്പതിമാർ എങ്ങനെ പെരുമാറുമോ അത് മക്കൾ പ്രായമാകുമ്പം നമ്മളോടും അത് പെരുമാറും. ഒരു വീട്ടിൽ 75 വയസ്സുള്ള അപ്പൻ ചാരികസേരെ കാര്യം നീതി പത്രം വായിക്കുന്നു. 6 വയസ്സുള്ള പേരക്കുട്ടി പറഞ്ഞു വല്യപ്പ കണ്ണടി ഊരിയിട്ട് കണ്ണം നിറയ്ക്കാവൂ. കളിക്കാനാണ്. കണ്ണടി ഊരിയാൽ പറയാം. പത്രവായന കഴിയിട്ടടാ കണ്ണടി ഊരി കണ്ണടയ്ക്കാം. പത്രം വായിച്ചു, കണ്ണടി ഊരി, അവിടെ ഇനി കളിക്കാം. അവൻ അപ്പൻ്റെ മടി ചെന്നിരുന്നു, കണ്ണെ പിടിച്ചു. ശരിക്കും അടച്ചല്ലേ? അടച്ചു. ഞങ്ങളുടെ വീട്ടിൽ സമാധാനമായെന്നാണ് തോന്നുന്നു. അതിനാടാ എന്നും കിടക്കുന്നത് മമ്മി ഡാഡിയോട് പറഞ്ഞേക്കാം വല്യപ്പൻ്റെ കണ്ണടഞ്ഞാൽ ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവും, ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവും. അപ്പം നമ്മുടെ പെരുമാറ്റങ്ങൾ മക്കൾ നോക്കി പഠിക്കുന്നു. ഇപ്പം മാതാപിതാക്കളുടെ ഭൗതിക ജീവിതമാകാം, ആത്മീയ ജീവിതമാകാം, എന്ത് ഒരു സാമ്പത്തിക തലമാകാം. അവിടെയൊക്കെയുള്ള അവരുടെ പെരുമാറ്റ ശൈലികൾ കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കണം. ഒപ്പം ഈ കുഞ്ഞുങ്ങൾക്ക് അറിവിൻ്റെ മേഖല പകർന്നു കൊടുക്കണം. അവരെ നന്മയിൽ വളർത്തണം. ഭൗതികത, ആത്മീയത ആ തലങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ വളർത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ വരണം.
അപ്പം അങ്ങനെ വരുമ്പോഴാണ് കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് അനുഗ്രഹമാവുക, സമൂഹത്തെ നേട്ടമായിട്ട് മാറുക. ഈ രീതിയിൽ നമ്മൾ കുടുംബത്തെ ക്രമീകരിക്കുക കേട്ടോ. അച്ഛാ, അതുപോലെ കുഞ്ഞുങ്ങളോട് അച്ഛൻ എന്താ പറയാനുള്ളത്? കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിച്ച് വളരുക. നല്ല പ്രായത്തോടും കാരണവന്മാരെ കീഴ്വഴങ്ങി ജീവിക്കുന്നവർക്ക് സമൃദ്ധി ഉണ്ടാകുമെന്ന് പ്രഭാഷകൻ്റെ പുസ്തകത്തിന് 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പനന്മാർക്ക് വിധേയത്തോടെ ജീവിക്കുക, അവർ പറയുന്ന നല്ല കാര്യങ്ങൾ കേട്ട് നന്മയിൽ കുഞ്ഞുങ്ങൾ വളരുക. അപ്പോൾ ഭാഗ്യമുള്ള കുടുംബമായി നമ്മുടെ എല്ലാ കുടുംബങ്ങളും മാറും. തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ മക്കളും മാതാപിതാക്കളും ഒക്കെ ആയിട്ട് നമ്മളെല്ലാവരും സന്തോഷമായിട്ട് പോകാനുള്ളൊരു നല്ലൊരു അഡ്വൈസാണ് ശരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ കിട്ടിയത്. അപ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങൾ സഭയിൽ ഇനിയും ധാരാളമായിട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അച്ഛാ, ഒത്തിരി താങ്ക് യു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.